അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ സദസ്സ് ദുആ തുടങ്ങുന്നത് തന്നെ കുറച്ച് ദുആ പഠിപ്പിക്കുന്നതിലൂടെയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഈ ബോക്സ് ഒന്ന് എനിക്കൊന്ന് തിരിച്ചു വെച്ചാൽ എനിക്കെന്തോ പോരായ്മ പോലെ തോന്നുന്നു. ഒന്നിങ്ങനെ നേരെ വെച്ച് ഇച്ചിരി കൂടെ ഓളിയോ ഇടാവോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പ്രശ്നമാവോ? അപ്പൊ ദുആ വളരെ ഏറ്റവും അമൂല്യമായ സംഗതിയാണ്. രാവിലെ നമ്മളൊരു വാദിന മജ്‌ലിസ് വന്ന അറിവ് നേടിയിട്ട് പോകണം. അതിന് ആദ്യമായിട്ട് ഞാൻ തുടക്കത്തിൽ ഒരു ദുആ പഠിപ്പിച്ചു. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാണ് ആ പ്രാർത്ഥന? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ഇത് രാവിലെ പ്രഭാതത്തിൽ എണീറ്റാൽ ഉടനെ പ്രാർത്ഥിക്കുന്നവന് നരകം ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. രാവിലെ ഉറക്കത്തിൽ എണീറ്റാൽ ഉടനെ ഈ ദുആ അങ്ങോട്ട് ചെയ്യാം. കുറച്ച് ആയത്തുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ആയത്തുകൾ ഓതുന്നതിനോടൊപ്പം ഈ ദുആയും കൂടി നമ്മൾ ഫിറ്റ് ചെയ്യുക. റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത് ഈ പ്രാർത്ഥനകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ദുആകളുണ്ട്. ആ സമയത്ത് ഞാനത് മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരൊറ്റ ദുആ എല്ലാം കൂടി പറയുമ്പോൾ നമുക്കൊരു പക്ഷേ തെറ്റിപ്പോവും. അതുകൊണ്ട് ഒരെണ്ണം മാത്രം ഇരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരെ സുബൈ നമസ്കരിക്കാൻ പുരുഷന്മാര് പള്ളിയിലേക്ക് പോയി. കഴിഞ്ഞ വർഷം നമ്മൾ നമസ്കാരത്തിന്റെ അമാലുകളെ കുറിച്ച് അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സുബൈയുടെ ബാങ്ക് വിളിക്കുമ്പോൾ പുരുഷൻ പള്ളിയിലേക്ക് പോകുന്നു. സ്ത്രീകൾ ഒളു എടുത്തുകൊണ്ട് മുസല്ല വിരിച്ചു നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ആളുകൾക്ക്, അഥവാ തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ മുഖേന സുബഹിയുടെ സുന്നത്തിന് ശേഷം ഒരു കടത്തം പഠിപ്പിക്കുന്നുണ്ട്. സുബഹിയുടെ സുന്നത്ത് തന്നെ വലിയ ശ്രേഷ്ഠമായ സുന്നത്താണ്. റവാത്തിബ് സുന്നത്തുകളിൽ അഥവാ നമസ്കാരങ്ങൾക്ക്, ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബാകുന്ന സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന സുന്നത്ത് നമസ്കാരമാണ് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം. സുബഹി തന്നെ ഇല്ലാത്ത മുഅ്മിനീങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. സുബഹി നമസ്കരിക്കുന്ന ആളുകൾ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഗൗനിക്കണം, ശ്രദ്ധിക്കണം. അത് വലിയ ശ്രേഷ്ഠമുള്ള അമലാണ്. ആ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഏത് സൂറത്താണ് ഓതേണ്ടത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. മൻ സല്ലാ സുന്നതൈ സുബ്ഹി ബിഅലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ നബിയുനാ റസൂലുള്ളാഹി. സുബഹിയുടെ സുന്നത്തിൽ ആരൊരുവൻ അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂക്തം കൊണ്ട് ഓതി നമസ്കരിച്ചിട്ടുണ്ടോ, അന്നത്തെ ദിവസത്തിൽ അവനൊരു മനോവശവും ഉണ്ടാവൂല, ഒരു ദുഃഖവും ഉണ്ടാവൂല, ഒരു പ്രയാസവും അവന് നേരിടേണ്ടി വരൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ഉമ്മമാർക്കാണ് പരാതി, എത്രയോ സഹോദരങ്ങൾക്കാണ് പരാതി. ഉസ്താദേ, എന്റെ മെഡിക്കൽ ശരിയാകുന്നില്ല ഉസ്താദേ, എന്റെ വിസ റെഡിയാകുന്നില്ല ഉസ്താദേ, എന്റെ ജോലി ബറക്കത്തില്ല ഉസ്താദേ, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാ, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന മനുഷ്യ, നീ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണേ. സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ മൻ ഖറഅ ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗം അലമുൻ നബിയുനാ റസൂലുള്ളാഹി. ആരൊരുവൻ സുബഹിയുടെ 2 റക്അത്തുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീലാകുന്ന അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും ഓതി നിസ്കരിച്ചിട്ടുണ്ടോ? ലം യജിദുഹു ലം യജിദുഹു
ഫീ ദാലികൽ നബി തങ്ങൾ ഉറപ്പ് നൽകുകയാണ്, അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമവും അവനുണ്ടാവുകയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോ ഒന്ന് നമ്മൾ പഠിച്ചത് റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ വ മുഖാമ, ഈ പ്രാർത്ഥന. രണ്ടാമത് നമ്മൾ പഠിച്ചത് സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നു. സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത്. എന്താ സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദറക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ഇപ്പൊ പ്രശ്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസം അല്ലേ? ആർക്കും മനോവിഷമം ഇല്ലാത്തവരില്ല. എല്ലാവരുടെയും മനസ്സിന് സമാധാനം കിട്ടണം. എന്നാ വേണ്ടത്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിൽ ചെയ്യേണ്ട അമലാണിത്. ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ റക്അത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ സൂറത്തുൽ ഫീൽ എന്നുള്ള അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഞാനിത് ഓതി പറഞ്ഞത് ആർക്കും അത് തെറ്റ് വരരുത്, അതിനുവേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി നല്ലതുപോലെ. ഇതൊരു അമലാണ്, ചെറിയ അമലല്ല, വലിയ അമലാണ്. എല്ലാ ഉലമാക്കളും പണ്ഡിതന്മാരും സാത്വികരാകുന്ന ആളുകളും മഹത്തുക്കളും സജ്ജനങ്ങളും നഫീസത്തുൽ മിസ്രി അടക്കമുള്ളതാകുന്ന ആളുകളും ഉമ്മമാരൊക്കെ ചെയ്തതാകുന്ന അമലാണിത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, സുബഹി നമസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തുൽ കാഫിറൂനെയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള ഇഖ്ലാസ് സൂറത്തും ഓതുക. അബൂ സാദി രണ്ടും കൂടി എന്താണ്? ഇത് ഉലമാക്കൾ ചർച്ച ചെയ്തു, രണ്ടും കൂടി ജംഇ ചെയ്തു, ഏകോപിപ്പിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു തന്നു. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്തിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. അവ 2 സൂറത്തിനെ പരിഗണിച്ചത്. അങ്ങനെ ആരെങ്കിലും ഓതിയാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം, ആ ഒരു ദിവസം മുഴുവനും 24 മണിക്കൂറും പിറ്റേ ദിവസത്തിലെ സുബഹി സുന്നത്ത് നമസ്കരിക്കുന്നത് വരെ ഒരു വിഷമം അവന്റെ മനസ്സിൽ അഥവാ അവന് തട്ടുന്ന, അവനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷമം ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ച് അങ്ങനെ സലാം വീട്ടിയാൽ ഉടനെ ഒരു ചെറിയ ദുആ, എല്ലാ നമസ്കാരത്തിന് ശേഷവും ദുആ രക്കൽ സുന്നത്താണ്. ചെറിയ ദുആ നമ്മൾ ദുആ രക്കൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ചെറിയ ദുആ. ഇത് നേരത്തെ പള്ളിയിൽ പോകണം, അപ്പോഴാണ് ഈ സുന്നത്ത് നമസ്കാരം. ഇനി പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിക്കാമെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാം. പുരുഷന്മാർ, സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സുന്നത്ത് നമസ്കാരം. അതിനുശേഷം തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്ക് വലതുവശം ചെരിഞ്ഞുകൊണ്ട് ഒരു കടത്തം പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വലതുവശം ചെരിഞ്ഞുകൊണ്ട് ഒരു കടത്തം. ആർക്കാണ് അത് പഠിപ്പിക്കുന്നത്? തഹജ്ജുദ് നമസ്കരിച്ച, സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്കാണ് ആ സുന്നത്താകുന്ന കടത്തം പഠിപ്പിക്കുന്നത്. അങ്ങനെ കടക്കുന്ന സന്ദർഭത്തിൽ ഒരു ദുആ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ ദുആ? ആ ദുആ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. ആ ദുആ എന്താണ്? ഞാനിതാ പറഞ്ഞത്, രാവിലെ നമ്മുടെ പ്രഭാതം മുതൽ തുടങ്ങി നരകത്തെ തൊട്ടുള്ള കാവൽ.
അവിടെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. വലതുവശം ചെരിഞ്ഞ് അങ്ങനെ കടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങാനല്ല, ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഈ ദുആ ഇറക്കാൻ വേണ്ടി കിടക്കുകയാണ്. അതാണ് അത് പഠിപ്പിക്കുന്നത്. അവന്റെ തഹജ്ജുദിന് എണീറ്റ ക്ഷീണം മാറ്റാനാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നല്ലതുപോലെ കൂർക്കം വലിച്ച് ഉറങ്ങാനല്ല, ഉറങ്ങാത്ത നിലയ്ക്ക് ചെറുതായിട്ടൊന്നും കൊണ്ട് കിടക്കണം, ഓർമ്മയോടുകൂടി കിടക്കണം. ഉറങ്ങാൻ പാടില്ല, ഉറങ്ങിയാൽ പിന്നെ ഒളു രണ്ടാമും പുതുക്കണം ഷാഫി മദ്ഹബ് അനുസരിച്ച്. അവനങ്ങനെ വലതുവശം ചെരിഞ്ഞ് കടന്നിട്ട് ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. സുബ്ഹിയുടെ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് വലതുവശം ചെരിഞ്ഞുകൊണ്ട് കടക്കുമ്പോഴും മുഅ്മിനേ, അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനത്തെ, നിന്റെ നാവിൻ തുമ്പിലൂടെ നീ ചോദിക്കേണ്ട പ്രാർത്ഥന നരകത്തെ തൊട്ടുള്ള കാവലാണ്. പ്രഭാത നമസ്കാരത്തിന് മുമ്പ് തന്നെ ഉറക്കപ്പായിൽ നടിക്കുമ്പോൾ തന്നെ നീ ദുആ ചെയ്യേണ്ടതും റബ്ബേ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്, എന്നെ നീ കാക്കണേ വളുവെടുത്തുകൊണ്ട് മുസല്ല വിരിച്ചുകൊണ്ട് ആദ്യമായി നമസ്കരിക്കുന്നതാകുന്ന സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് വലതുവശം ചെരിഞ്ഞുകൊണ്ട് കടന്നുകൊണ്ട് നീ ദുആ ചെയ്യാൻ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാ. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല, ഓ ജിബ്രീലിന്റെ അല്ലാഹ്, ഓ മീകാഈല, ഓ മീകാഈലിന്റെ റബ്ബേ, വ ഇസ്റാഫീല, ഓ ഇസ്റാഫീലിന്റെ റബ്ബേ, വ അസ്റാഈല. ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ആത്മാവിനെ പിടിക്കുന്ന അസ്റാഈലേ, അസ്റാഈലിന്റെ അല്ലാഹ്, അസ്റാഈലിന്റെ റബ്ബേ, വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും സർവ്വ ചരാചരങ്ങളെയും പടയ്ക്കാൻ നിമിത്തമായ മുത്തുനബിയേ, മുത്തുനബിയേ, അവിടുത്തെ റബ്ബേ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുവേ പടച്ച റബ്ബേ, എന്നെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ടെന്നെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഇതാണ് ആ പ്രാർത്ഥന, ഇതാണ് ആ ദുആ. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നും കൂടി ആവർത്തിക്കുന്നു, സുബഹിക്ക് മുമ്പുള്ള ദുആ, രണ്ടാമത് സുബഹി നമസ്കാരം, ആ സുന്നത്ത് നമസ്കാരത്തിൽ ചെല്ലുന്ന സൂറത്ത്, അതിനുശേഷമുള്ളതാകുന്ന വലതുവശം ചെരിഞ്ഞുള്ളതാകുന്ന കടത്തും, ആ കടത്തത്തിലുള്ള ദുആ. എങ്ങനെയാ ദുആ? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല وإسرافيل وعزرائيل ومحمد صلى الله عليه وسلم اللهم أجرني من النار. നമ്മളെല്ലാ ജുമായ്ക്കും കേൾക്കുന്നതാ ഇല്ലേ? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ അല്ലേ, കേൾക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ദുആ നമുക്ക് എല്ലാം അറിയാം. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല, 4 മലക്കുകളുടെ പേര്. ഇവരൊക്കെ നമുക്ക് ഓർമ്മയുള്ള മലക്കുകളാ. ജിബ്രീല്, മീകായില്, ഇസ്രാഫീല്, അസ്റായീല്. അസ്റായീലിനെ ഒരിക്കലും മറക്കൂല, വേറെ ആരെ മറന്നാലും നമ്മൾ മൂപ്പരെ മറക്കൂല. അപ്പൊ ആ 4 മലക്കുകളുടെ റബ്ബാകുന്ന അല്ലാഹുവേ. എന്നിട്ട് പിന്നെയും പറയുന്നു വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ റബ്ബേ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അവരെ തവസ്സുലാക്കിയിട്ട് ചോദിക്കണം, അവരെ അടയാളാക്കിയിട്ട് എടുത്തവരെ പറയുമ്പോൾ എന്താ, അവരുടെ ഒരു തണലുകൊണ്ട്, അവരുടെ ഒരു ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇത് സുന്നത്ത് നമസ്കാരത്തിന് ശേഷം വലതുവശം ചെരിഞ്ഞിങ്ങനെ കടന്നുകൊണ്ട് ഈ ദുആ നമ്മൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുശേഷം സുബഹി നമസ്കരിക്കുന്നു. ജമാഅത്തായി പുരുഷന്മാര് പള്ളിയിൽ സുബഹി നമസ്കരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെയോ സുബ്ഹാനല്ലാഹ് ഖിബിലയ്ക്ക് അഭിമുഖമായിട്ട് കാലനക്കാതെ കയ്യനക്കാതെ ഇടയ്ക്കൊന്നും സംസാരിക്കാതെ ഒരു ദിക്ർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. നിങ്ങൾ ചിന്തിക്ക്, നരകത്തിന്റെ കാവലാണ് ഈ നടത്തുന്നതൊക്കെ.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. ഇത് 10 പ്രാവശ്യം അവന് ഖിബിലയ്ക്ക് അഭിമുഖമായി സുബ്ഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും പറയണേ നബിയുനാ റസൂലുള്ളാഹി യഗ്ഫിറു ലഹു ദുനൂബഹു. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സുബ്ഹി നമസ്കരിച്ചിട്ടും മഗ്രിബ് നമസ്കരിച്ചിട്ടും 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുന്നവന്റെ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമത്രേ. വഇൻ കാന മിസ്ല സബദിൽ ബഹരി, സമുദ്രത്തിൻ്റെതാകുന്ന തിരമാലകളിലൂടെ അടിച്ചു വരുന്ന പതകളുണ്ടല്ലോ, അതിന് സമാനമായിട്ടാണ് അവന്റെ പാപമെങ്കിലും പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തിരമാലകൾ അടിച്ചു വരുമ്പോ ഇങ്ങനെ കുറെ നൊരകളുണ്ടാകും, പതകളുണ്ടാകും. അതിന് സമാനമായിട്ട് തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. എന്താണ് ദിക്ർ? സുബഹി കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു. നമ്മളെവിടെ ഉസ്താദിനെ ചവിട്ടിയിട്ട് അപ്പോഴേ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ചാടി ഇറങ്ങി ഓടുകയാണ്, ധൃതിയാണ് നമുക്ക്. എന്നിട്ട് പിന്നെ ഉസ്താദിനോട് വന്നിട്ട് പറയാം, ഉസ്താദെ ഒന്ന് മന്ത്രിക്കണേ, ഇച്ചിരി വെള്ളം ഒന്ന് ഊതിത്ത, കച്ചവടം ഇല്ല, ബറക്കത്തില്ല. നമസ്കാരം കഴിഞ്ഞ് അവിടെ മാന്യമായിട്ടിരിക്കൻ ഈ ദിക്റുകളൊക്കെ ചെടുക്കൻ. ഇത് സഹോദരിമാർക്കും പറ്റും, സഹോദരങ്ങൾക്കും പറ്റും. നോക്ക, നിങ്ങൾ പ്രഭാത സമയത്ത് തന്നെ സുബഹി നമസ്കരിച്ചിട്ട് അവൻ ചെല്ലുകയാണ് ഈ 10 ദിക്ർ. എന്നിട്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാ, അവിടെ ഇരുന്നു കൊണ്ട് അവൻ ദുആ ചെയ്യട്ടെ. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, എന്നെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 7 പ്രാവശ്യം. ഇത് പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ ജീവിതത്തിൽ അമൽ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനിത് ആവർത്തിക്കുന്നത്. സുബ്ഹി നമസ്കരിച്ചതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 10 പ്രാവശ്യം. എത്ര പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശേഷം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അള്ളാഹു നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് രാവിലെ പ്രഭാതത്തിൽ നടക്കുന്ന പ്രാർത്ഥന. ഇതേപോലെ തന്നെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാലും അറ്റൻഷൻ ആയിരുന്നു കൊണ്ട്, അഥവാ തഹിയ്യാത്തിൽ ഇരുന്നു കൊണ്ട് ഖിബിലയ്ക്ക് അഭിമുഖമായി സംസാരിക്കാതെ, ഇടയ്ക്ക് സംസാരിക്കാതെ സലാം വീട്ടിയാൽ ഉടനെ തന്നെ ഇത്തരത്തിൽ തന്നെ ചെല്ലണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 2 സമയങ്ങളും പ്രഭാത സമയവും പ്രദോഷ സമയവും, 2 നേരവും ഉദയ സമയവും അസ്തമയ സമയവും പടച്ച റബ്ബ് പറയുന്നത് ഈ ദിക്ർ അവസാനിപ്പിച്ചുകൊണ്ടാണ്. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ചോദ്യം നോക്കി ശ്രദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി നോക്കി, ഇശാ മഗ്രിബിനിടയിൽ പള്ളിയിൽ നടക്കുന്ന ഹദ്ദാദ്, അല്ലെങ്കിൽ ഇശാഇന് ശേഷം നടക്കുന്ന ഹദ്ദാദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖതിക വന്നാർ. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ പൊരുത്തത്തിൽ അധിഷ്ഠിതമാകുന്ന സ്വർഗം നൽകണേ അല്ലാ. വനഊദു ബിക മിൻ സഖതിക വന്നാർ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ കോപത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആ കോപത്തിലൂടെ എത്തിച്ചേരുന്ന നരകത്തെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. വനഊദു ബിക മിൻ സഖതിക വന്നാർ.
ഇതെപ്പോഴാ ചെല്ലുന്നത്? ഹദ്ദാദിൽ ചെല്ലുന്ന ദിക്റാണിത്, ഹദ്ദാദിലുള്ള പ്രാർത്ഥനയാണിത്. ഇതിനാരാ ഹദ്ദാദ് ഓതുന്നത്? പള്ളിയിലെ ഉസ്താദ് ഓതിയില്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെ ബഹളം ഉണ്ടാക്കും, ഉസ്താദിനെ വേഗം പിരിച്ചു വിട്ടേക്കും. ഉസ്താദ് ഓതിയില്ലെങ്കിൽ പ്രശ്നം, ഓതാൻ ഒരാളും ഇല്ല ഉസ്താദിന്റെ കൂടെ. മുത്തഅല്ലിമീങ്ങൾ ഓതിയില്ലെങ്കിൽ പ്രശ്നം, അവരുടെ കൂടെ ഇരുന്ന് ഓതാൻ ഒരാളും ഇല്ല. ഇതാണ് കാലഘട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് ഹദ്ദാദ് റാത്തീബ്? എന്താണ് ഹദ്ദാദ് റാത്തീബ്? എല്ലാ മഹത്തുക്കളും എല്ലാ ഔലിയാക്കളും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന അദ്കാറുകളാണ്. ഔലിയാക്കൾ ജീവിതത്തിൽ കൊണ്ടുവന്ന ദിക്റാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പതിവാക്കുന്നവർക്ക് വലിയ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അതിന് പോവുള്ളൂ. അതിന്റെ ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ട് മലയാളത്തിൽ ഉൾപ്പെടെയുള്ളതാകുന്ന പരിഭാഷയ്ക്ക് സമാനമാകുന്ന പുസ്തകങ്ങൾ വരെ ഇന്ന് ബുക്ക് സ്റ്റാളുകളിലുണ്ട്. സഹോദരിമാര് ശ്രദ്ധിക്കട്ടെ, അതെല്ലാ ദിവസവും പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ദിക്റുകളുണ്ട്. അതിലെ ദിക്റുകൾ മാത്രം എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ ദിവസങ്ങൾ വേണം. ഓരോ ദിക്റിന്റെ മഹത്വം പറയാനാണ്. ഓരോ ദിക്റിന്റെയും അതിൽ ഒരുപാട് ദിക്റുകൾ എടുത്തിട്ട് പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ ദിക്റിന് ഇന്ന പവിത്രത, ഇന്ന കൂലി പ്രത്യേകം പറയുന്നു. അതാ ഞാൻ പറയാം, അത് മാത്രം പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹദ്ദാദ് റാത്തീബ് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പതിവാക്കണം. മോമിനീങ്ങൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി എന്നാ നമ്മൾ അമൽ ചെയ്യുക? കുറഞ്ഞ സമയമേ നമുക്ക് മുന്നിലുള്ളൂ. നമ്മുടെ പ്രായം വല്ലാതെ എത്തിച്ചേർന്നിരിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ സമുദായത്തിന്റെ ആയുസ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആയുസ്സിലേക്ക് ഇനി എത്രയാണ് നമുക്ക് എടുത്തിട്ടുള്ളത്? എന്റെ മുന്നിലിരിക്കുന്നവർ 20, 30, 40, 50, 60, 70 എത്തിയവരില്ലേ? മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞ ആയുസ്സിലേക്ക് ഇനി നമ്മൾ വളരെ തുച്ഛം മാത്രമാണ്. ഇനി എന്നാണ് അമൽ ചെയ്യുക? ഇനി എന്നാ അമൽ ചെയ്യാം? നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അടുത്ത ദിവസം നിസ്കരിക്കാം, അടുത്ത ദിവസം അമൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഭിന്നിപ്പിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ട അന്നു മുതൽ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെയൊക്കെ എല്ലാ പള്ളികളിലും മഹല്ലത്തിലുണ്ട് ഹദ്ദാദ് റാത്തീബ്. വന്നിരുന്ന് കൂടിയിരുന്നൊക്കെ ചൊല്ലിക്കൊടുത്താൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിലുള്ള ചോദ്യമാണ്, അതിലുള്ള ശരണം തേടലാണ് നരകത്തെ തൊട്ടുള്ള കാവലും സ്വർഗം ചോദിക്കലും. അത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് നരകത്തെ ഇത്രമേൽ എടുത്തുകൊണ്ട് ചോദിക്കുന്നത്? ഇനി നിങ്ങൾ നോക്ക്, ജുമായ്ക്ക് പള്ളി പോയാൽ അവിടെയും നമ്മൾ കേൾക്കുന്നത് എന്താ? മെയിനായിട്ട് അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അത് ദുആ രക്കാത്ത ഒരു മെമ്പറും ഉണ്ടാവൂല. എന്താണ് നരകത്തെ ഇത്രത്തോളം എടുത്തു പറയാനുള്ള കാരണം? ഇത്രത്തോളം എടുത്തു പറയാനുള്ള കാരണം നരകം അത്രമേൽ പ്രധാനമാണ്. അതിനെ തൊട്ട് സൂക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചുകൊണ്ട് ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു വിളിക്കുന്നത് മുഅ്മിനീങ്ങളെയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചില്ല നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു. അതേ സമയത്ത് ഖിയാമത്ത് നാളിന്റെ സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. എല്ലാവരെയും ബാധിക്കുന്ന സംഗതിയാണത്. നരകത്തെ തൊട്ട് കാക്കാൻ വേണ്ടി അല്ലാഹു മുഅ്മിനീങ്ങളെ പ്രത്യേകമായിട്ട് വിളിക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവിനെ കൊണ്ട്, അന്ത്യദിനത്തെ കൊണ്ട്, റസൂലിനെ കൊണ്ട്, കിതാബുകളെ കൊണ്ടൊക്കെ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിച്ചു എന്ന് പറയുന്നു, ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മളില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വിശ്വസിച്ചതാകുന്ന മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ
أنفسكم وأهليكم نارا. അല്ലയോ മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തെ തൊട്ട് കാക്കണേ, നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. വഅഹ്ലീകും, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ ഭാര്യയെയും ഭർത്താവിനെയും ഓരോരുത്തരെയും രക്ഷിക്കണേ. വിശുദ്ധ ഖുർആൻ അല്ലാഹു എന്തിനെ ഇങ്ങനെ എടുത്തു പറഞ്ഞത്? വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെ എന്ന് അല്ലാഹു എന്തിനെ എടുത്തു പറഞ്ഞത്? ഉലമാക്കൾ തഫ്സീറുകൾ വിശദീകരിക്കുന്നു. പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം സ്വന്തം ശരീരവും അതുപോലെ തന്നെ സ്വന്തം കുടുംബവും നരകത്തിനു വേണ്ടി അഥവാ നരകത്തോട് കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നവരായിരിക്കും. അങ്ങോട്ടായിരിക്കും ചായ ഉണ്ടാവുക, സ്വന്തവും അതുപോലെ തന്നെ അവന്റെ കുടുംബവും. നാട്ടുകാരെ മുഴുവനും നമ്മൾ നന്നാക്കാൻ പോകും. ചില ചെറുപ്പക്കാരെ കണ്ടിട്ടില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇശാ കഴിഞ്ഞ് 10 മണിയായാലും റോഡിൽ ഇങ്ങനെ പോസ്റ്റ് മറച്ചിട്ടിട്ട് അവിടെ ഇങ്ങനെ മുഖത്തിങ്ങനെ ഇരിക്കായിരിക്കും. നാട്ടുകാർ അതെങ്കിലും ഒരു പെണ്ണങ്ങോട്ട് പോകുന്ന കണ്ടാൽ ഉടനെ ആ പെണ്ണിന്റെ പേരെഴുതി വെക്കും. തൊട്ടുപിറകെ ഒരു ചെറുപ്പക്കാരൻ പോയാൽ ഇവര് തമ്മിൽ ബന്ധമാണ്, കണക്ഷനാണെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് മുഴുവൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇടും. ഇതേ സമയത്ത് ഇവന്റെ ഭാര്യ വല്ലവന്റെ കൂടെ പോയോ എന്നുള്ളത് പ്രത്യേകമായി അന്വേഷിക്കേണ്ടിയിരിക്കും. 11:30 ആയാലും ഇവൻ വീട്ടിൽ പോകില്ല, റോഡിൽ ഇങ്ങനെ കറങ്ങി നിൽക്കാം. ഇങ്ങനത്തെ ആളുകൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ സ്വന്തം കുടുംബത്തെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. സ്വന്തം കുടുംബത്തെ വളരെയേറെ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഫിത്നയുടെ കാലഘട്ടമാണ്. ഫിത്നയുടെ കാലഘട്ടമാണ്. ഭൗതികതയോടുള്ള അമിതമാകുന്ന ഭ്രമം മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. നബിയുനാ റസൂലുള്ളാഹി അത് നമ്മൾ മാറ്റിയെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായിയായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുമായി പ്രവാചകൻ ഒരു യാത്ര പോവുകയാണ്. ഫസ്തഖബലനാ ഉഹദ്, ഞങ്ങൾ നടന്നു പോകുമ്പോ ഉഹദ് മല ഞങ്ങൾക്ക് അരികിൽ വന്നു. അഥവാ ഉഹദ് മലയുടെ താഴ്വാരത്ത് കൂടിയാണ് ഞങ്ങളുടെ യാത്ര. ഹബീബായ നബി തങ്ങൾ അബൂദറുൽ ഗിഫാരി തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, യാ അബൂദർ അറഅയ്ത ഹാദിഹിൽ ജിബാൽ, അബൂദറേ ഈ പർവ്വതം നീ ദർശിക്കുന്നുണ്ടോ? ഈ പർവ്വതം നീ കാണുന്നുണ്ടോ അബൂദറേ? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് പറയുകയാ, ലബൈക യാ റസൂലല്ലാഹ്, നഅം യാ ഹബീബല്ലാഹ്, എന്നെ തൊട്ടടുത്തുള്ളതാകുന്ന ഉഹദ് മല എനിക്ക് നല്ലതുപോലെ കാണാം നബിയേ. അബൂദറുൽ ഗിഫാരി തങ്ങൾ പറയുകയാ, എന്റെ അടുത്തുള്ള പർവ്വതം കാണാമോ എന്ന് നബി തങ്ങൾ എടുത്ത് ചോദിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നബി തങ്ങൾ എന്തോ ഗൗരവമുള്ള കാര്യം പറയാൻ പോവുകയാണ്. ഞാൻ എന്റെ കർണപുടം സാഗൂതം പ്രവാചകനിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അബൂദറേ, ഈ കാണുന്ന ഉഹദ് മല മുഴുവനും സ്വർണത്തിന്റെ മലയാക്കി നിധി കുമ്പാരമാക്കി എനിക്ക് ജിബ്രീൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാ. ആ വഅദ ഞാൻ തള്ളിക്കളഞ്ഞു അബൂദറേ. എനിക്കത് സന്തോഷമില്ല. ദുനിയാവന്റെ കയ്യിൽ കിട്ടുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മല മുഴുവനും സ്വർണ്ണമലയാക്കി അവിടത്തേക്ക് നൽകാം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് വേണ്ട. ആരാണ് പ്രിയപ്പെട്ട ഹബീബ്? ചിന്തിക്കണേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനെ കുറിച്ച് പറഞ്ഞില്ലയോ? ആ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയില്ലയോ? മാശബിഅ ആലു മുഹമ്മദിൻ മിൻ യൗമൈനി ഖുബ്സാ, 2 ദിവസം തുടർച്ചയായി പ്രവാചകന്റെ വീട്ടിൽ പുകപ്പ് വന്നിട്ടില്ല, അടുപ്പ് പുകഞ്ഞിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി വെച്ച് ആഹാരമുണ്ടാക്കിയ ചരിത്രം പ്രവാചകന്റെ കുടുംബത്തിലുണ്ടായിട്ടില്ല. ആര് പറയുക? സഹധർമ്മിണി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ട ചിന്തിച്ചു നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ ബീവി പറയുകയാണ്, മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ യൗമൈനി ഖുബ്സാ. 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി കഴിച്ചതായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇന്ന് നമ്മുടെയൊക്കെ ജീവിത ചുറ്റുപാട് ചിന്തിച്ചു നോക്ക്. 3 നേരം 4, 5 ഒക്കെ ആയി മാറിയിരിക്കാം ഒരു ദിവസത്തിൽ. ആർഭാടങ്ങൾ കടന്നു വന്നു. ഈ സാമ്പത്തിക പരാധീനതയുള്ള ഈ സമയത്തും മുസ്ലിം സഹോദരിമാർ, മുസ്ലിം അമ്മമാർ, മുസ്ലിം സഹോദരങ്ങളാണ് കടകളിൽ സാധനം വാങ്ങാൻ ഏറ്റവും കൂടുതലുള്ളത്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? തുണി പർച്ചേസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ആരാ? നമ്മുടെ താത്താമാര് തന്നെ. ചെരുപ്പ്, ഷൂ, ഒരു വീട്ടിൽ തന്നെ എത്ര ജോഡി ചെരുപ്പുകളാ ഉള്ളത്? എത്ര ജോഡി ചെരുപ്പാ ഉള്ളത്? നമ്മൾ വീടിന്റെ വാതിൽക്കൽ തന്നെ ഷെൽഫ് അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക അല്ലേ? എത്ര ജോഡി ചെരുപ്പാണ് ഇതിലുള്ളത്? ഒന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. വില കൂടിയ ചെരുപ്പ്, ലെതറിന്റെ ചെരുപ്പുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. 2000-ന്റെയും 3000-ന്റെയും പല കമ്പനികളും, എഗോസിന്റെ കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും ഉൾപ്പെടെയുള്ള ചെരുപ്പുകളുണ്ട്. ഇതൊക്കെ 1-2 പ്രാവശ്യം ഇട്ടിട്ട് മാറ്റി അങ്ങനെ വെച്ചിരിക്കുക. ആരും ഉപയോഗിക്കുന്നില്ല, ആർക്കും കൊടുക്കൂല. പഴയ ഡ്രസ്സുകളൊക്കെ പഴയ കാലത്തിൽ കൊച്ചാപ്പാട മക്കൾ, ഇളാപ്പാട മക്കൾ, മുത്താപ്പാട മക്കൾ ഇന്നതൊക്കെ വലിയ കുറച്ചില്ല. അത് വാങ്ങുന്നത് കുറച്ചിലായി മാറിയില്ല. ഇന്ന് അവർക്കൊന്നും വേണ്ട, കൊടുക്കുമ്പോൾ പറയും വേണേ 2 ചട്ടം നമ്മൾ തരാം. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും, സഹോദരങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും ചിന്തിക്കുക, എത്ര ജോഡി ഡ്രസ്സ് നമുക്കുണ്ട്, എത്ര ജോഡി ചെരുപ്പുകളുണ്ട്. ഓരോരുത്തരും അവനവന്റെ കണക്കെടുക്കുക.